നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസമാണ്. കടച്ചക്ക വെച്ചാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കടച്ചക്കയാണ്, 300 ഗ്രാമുള്ള ഒരു കടച്ചക്ക തൊലിയൊക്കെ ചെത്തി നടുക്കത്തെ കൂഞ്ഞിലെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ മുറിച്ചിടുമ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് മുറിച്ചിടണം, എന്നിട്ട് കഴുകി വാരി എടുത്തേക്കുന്നതാണ് ഇത്. അതുപോലെ തന്നെ 1.5 കപ്പ് ചിരകിയ തേങ്ങയിൽ നിന്ന് നല്ല കുറുകിയ 1-ാം പാല് 1/2 കപ്പും 2-ാം പാൽ 1 കപ്പ് 3-ാം പാല് 1 കപ്പ് അങ്ങനെയാണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കടച്ചക്ക ഒന്ന് പ്രഷർ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് 3-ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഈ കൂടെ തന്നെ ഒരു 3 ഏലക്ക ഒന്ന് ചതച്ചെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റൗവിലോട്ട് വെക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിത് അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇവിടെ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചിട്ട് ഒരു 2 ആവി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ 2 ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പൊ ഇനി ആവി പോകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഇതിന്റെ ആവി എല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. കടച്ചക്ക നല്ല കറക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇവിടെ 2-ാം പാൽ ഒഴിച്ചിട്ട് നമ്മുടെ പായസം തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ സമയം നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ 2-ാം പാലിൽ ഈ പഞ്ചസാരയും ചേർത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വേവിക്കാം. അപ്പം വെയിറ്റ് ഒന്നും ഇടണ്ട, ഇതിപ്പം ചക്കച്ചക്ക വെന്തൊക്കെ ഇരിക്കുവാണ്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് 10 മിനിറ്റ് വെക്കാം. ഇപ്പൊ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ആ കടച്ചക്കയൊക്കെ ഒന്നും കൂടി പാകത്തിന് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇവിടെ മധുരം എല്ലാം നല്ല കറക്റ്റ് പാകത്തിനുണ്ട് ഇപ്പൊ. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കുറുകിയ 1-ാം പാല് എടുത്ത് വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഞാനൊരു 2 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ 1-ാം പാൽ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് ഒന്ന് ഇളക്കി നമുക്ക് അതൊന്ന് ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി അതൊന്ന് വെന്ത് കിട്ടട്ടെ. 1 മിനിറ്റ് മതി, പെട്ടെന്ന് തന്നെ അതൊന്ന് കുറുകി വരും. ഇപ്പൊ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഒരുപാട് തിളയ്ക്കാനൊന്നും നിൽക്കണ്ട, നമുക്ക് നല്ല പോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യും. ഇപ്പൊ ഇവിടെ ഞാൻ ഒരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ കിസ്മിസ് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അതുകൂടിയും ചേർക്കാം. ഞാൻ ഇപ്പൊ ഇതിന് കിസ്മിസ് ഇടുന്നില്ല, നട്ട്സ് മാത്രമേ ഇടുന്നുള്ളൂ. ഇവിടെ നമ്മുടെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കടച്ചക്ക പായസം റെഡിയായി കഴിഞ്ഞു. അപ്പൊ ഇതുവരെ കടച്ചക്ക പായസം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തേക്കണേ. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.